ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. സദൃശവാക്യങ്ങൾ 11-ലാണ്. ക്രോധ ദിവസം നമുക്ക് മനസ്സിലായില്ലേ, കുഴപ്പമില്ല. പക്ഷെ യുദ്ധ ദിവസം ഒന്നോർത്ത് നോക്കിക്കേ. ചില രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു, ബോംബ് വീഴുന്നു, അന്യന്മാരുടെ സൈന്യങ്ങൾ വരുന്നു. വീട്ടു സാധനങ്ങൾ എടുക്കാനൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല. കിട്ടിയ ഒരു ബാഗും എടുത്തോണ്ട് പിള്ളേരെയും വിളിച്ചോണ്ട് കുടുംബമായിട്ട് ഓടുകയാണ്. കാർ ഇട്ടിട്ട് ഓടുകയാണ്, വീടിട്ടിട്ട് ഓടുകയാണ്. കാരണം ജീവനാണ് വലുത്. എപ്പോഴാണ് മനസ്സിലായത്? ആ സമയത്താണ് മനസ്സിലായത്. മറുവശത്ത് ഒരാളുണ്ട്. അയാൾ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ കോട്ടേജ് മീറ്റിങ്ങിന് പോകാൻ അയാൾക്ക് സമയമുണ്ട്. സഭായോഗം അയാൾ മുടക്കുന്നില്ല. രാവിലെയും ഉറങ്ങുന്നതിന് മുമ്പും അയാൾ ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പോലെ അയാൾ ദൈവത്തെ അന്വേഷിക്കാൻ സമയം കണ്ടെത്തുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവനീതി അയാളെ ഫോളോ ചെയ്യുകയാണ്, മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. സമ്പത്ത് നമ്മളെ രക്ഷിക്കുന്നില്ല, ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവത്തെ അന്വേഷിക്കാം, ജാഗ്രതയോടെ അന്വേഷിക്കാം.